നിലമ്പൂർ എന്ന സംഘടന നടത്തിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ UDFനെയും LDFനെയും ഞെട്ടിക്കുന്നതാണ്. എന്താണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് ആദ്യം നോക്കാം. അതായത് ഈ സർവേ റിപ്പോർട്ട് പ്രകാരം ആരാണ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത്, ആരെയാണ് ഞെട്ടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ അവർ നടത്തിയിട്ടുള്ള സർവേയിൽ ഈ ഇലക്ഷനിൽ ഏതൊക്കെ തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇലക്ഷനിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് എന്നുള്ളത് പരിശോധിച്ചപ്പോൾ ഈ ഭരണത്തെക്കുറിച്ചുള്ള വികാരം എന്താണ്, ഈ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഞെട്ടിക്കുന്ന മറുപടിയാണ് കിട്ടിയത്. അതായത് 100 പേരിൽ ഏകദേശം 10,000-ഓളം പേര് 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിലമ്പൂരിലുള്ളത്. മൊത്തം 1,41,000 വോട്ടേഴ്സ് ഉണ്ട്. 1,04,000 മുസ്ലിങ്ങളും 1,02,000 ഹിന്ദുക്കളും 35,000 ക്രിസ്ത്യാനികളുമാണ് നിലമ്പൂരിലുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത 70% ഭാഗങ്ങളും മലയോര കർഷകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന ഈ മണ്ഡലത്തിൽ നടക്കുന്ന ഇലക്ഷൻ വരാൻ കാരണം PV അൻവർ തന്നെയാണ്. അദ്ദേഹം ഇത് തീർച്ചയായും UDFനെ തന്നെ ഞെട്ടിക്കുന്നതാണ്, LDFനെ ഞെട്ടിക്കുന്നതാണ്, PV അൻവറിനെ സംബന്ധിച്ച് സന്തോഷിപ്പിക്കുന്നതാണ്. പിന്നെ SDPIക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് അതേപടി കിട്ടും. 3,500-ഓളം വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 500-ഓളം വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത്. അത് ഇത്തവണ 4,500-ഓളം വോട്ടാണ് കിട്ടിയത്. അത് അതേപടി കിട്ടും. വേറെ അങ്ങോട്ടും വോട്ടുകളൊന്നും ചെതറിപ്പോകില്ല. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി മുന്നിൽ ഉള്ളത്. 19-ാം തീയതി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് തീരുമാനിക്കപ്പെടുകയാണ്. 9 വർഷക്കാലം നിലമ്പൂരിൽ MLA ആയ PV അൻവർ ഇടതുപക്ഷത്തോട് പിണങ്ങിപ്പിരിഞ്ഞ് MLA സ്ഥാനം രാജിവെച്ചതിൻ്റെ പേരിൽ നിലമ്പൂരിൽ സംജാതമായ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച PV അൻവറിനെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ സ്വരാജിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുമോ? CPM സ്ഥാനാർത്ഥിയായ സ്വരാജ് വീണ്ടും നിലമ്പൂർ ഇടതുപക്ഷത്തിന് വേണ്ടി നിലനിർത്തുമോ? 30 വർഷക്കാലം നിലമ്പൂരിനെ നയിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും UDFന് വേണ്ടി നിലമ്പൂർ വീണ്ടെടുക്കുമോ? അതോ PV അൻവർ തന്നെ നിലമ്പൂർ ഇനിയും സ്വന്തമാക്കുമോ? മൂന്നാമതൊരു അംഗം കൂടി ആവർത്തിച്ച് 3-ാം തവണയും PV അൻവർ തന്നെ ജയിച്ചു കയറി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. NDA സ്ഥാനാർത്ഥിയും രംഗത്തുണ്ടെങ്കിലും തീരെ അപ്രസക്തമായ വോട്ട് നിലവാരമുള്ള NDA നിലമ്പൂരിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ നിലമ്പൂരിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള തീവ്രമായ ചില ആലോചന യോഗങ്ങളെല്ലാം എവിടെയും നടക്കുന്നതായി കാണാൻ സാധിക്കും. നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ചിന്തയായിരിക്കുന്നത്, ചർച്ചയായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വോയിസ് ഓഫ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലമ്പൂരിൽ ആര് ജയിക്കും ആര് തോൽക്കും, ആർക്കൊക്കെ എത്രയൊക്കെ ശതമാനം, ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് എത്രയെല്ലാം വോട്ടുകൾ ആരൊക്കെ നേടും എന്നുള്ള കൃത്യമായ ഒരു സർവേ എടുത്തിരിക്കുന്നു. ഏതാണ്ട് 10,000-ൽ പരം ജനങ്ങളെയാണ് അവർ സമീപിച്ചിരിക്കുന്നത്. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഏതാണ്ട് 1,40,000 ശിഷ്ടം ആളുകളുള്ള നിലമ്പൂരിൽ വോയിസ് ഓഫ് നിലമ്പൂർ കൃത്യമായി തന്നെ ഒരു സർവേ നടത്തിയിരിക്കുന്നു. ഈ സർവേ ഫലം അവർ പുറത്തുവിട്ടിരിക്കുന്നു. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ കൃത്യമായി പഠിച്ചുകൊണ്ട് ക്രൈം ചീഫ് എഡിറ്ററായ TP നന്ദകുമാറും കൃത്യമായി തന്നെ നിലമ്പൂരിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളൊരു പ്രവചനം നടത്തുന്നു. നിലമ്പൂരിൽ ഇക്കുറി ആര്യാടൻ ഷൗക്കത്ത് തൻ്റെ പിതാവ് 30 വർഷക്കാലം കൊണ്ടു നടന്ന ഈ മണ്ഡലം നിലനിർത്തുമോ? അതോ സ്വരാജ് ജയിക്കുമോ? പിണറായി വിജയൻ സ്വരാജിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുമോ? വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് PV അൻവർ തന്നെ നിലമ്പൂർ നിലനിർത്തുമോ എന്നുള്ളതെല്ലാം വളരെ കൃത്യമായ ഒരു വിശകലനത്തിലൂടെയാണ് ക്രൈം ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ പറയുന്നത്. ക്രൈം ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ വോയിസ് ഓഫ് നിലമ്പൂരിൻ്റെ സർവേ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ ചില നിഗമനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ കൃത്യമായി തൻ്റെ ക്യാമറ സംഘത്തോടൊപ്പം
സഞ്ചരിച്ച് വാർത്തകൾ പകർത്തിയ ടി.പി. നന്ദകുമാർ നിലമ്പൂരിൻ്റെ മുക്കും മൂലയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അവിടുത്തെ രാഷ്ട്രീയ ഗതിവിഗതികൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തുന്നത്. നമുക്ക് ടി.പി. നന്ദകുമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വീഴും, ആര് വാഴും, ആരൊക്കെ എത്രയൊക്കെ ശതമാനം വോട്ടുകൾ നേടും, പി.വി. അൻവർ എത്രത്തോളം സ്വാധീനം നിലമ്പൂരിൽ വീണ്ടും ചെലുത്തും എന്നുള്ളതെല്ലാം കൃത്യമായി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. വോയിസ് ഓഫ് നിലമ്പൂർ എന്ന സംഘടന നടത്തിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ UDFനെയും LDFനെയും ഞെട്ടിക്കുന്നതാണ്. എന്താണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് ആദ്യം നോക്കാം. അതായത് ഈ സർവേ റിപ്പോർട്ട് പ്രകാരം ആരാണ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത്, ആരെയാണ് ഞെട്ടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ അവർ നടത്തിയിട്ടുള്ള സർവേയിൽ ഈ ഇലക്ഷനിൽ ഏതൊക്കെ തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇലക്ഷനിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് എന്നുള്ളത് പരിശോധിച്ചപ്പോൾ ഈ ഭരണത്തെക്കുറിച്ചുള്ള വികാരം എന്താണ്, ഈ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഞെട്ടിക്കുന്ന മറുപടിയാണ് കിട്ടിയത്. അതായത് 100 പേരിൽ ഏകദേശം 10,000-ഓളം പേര് 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിലമ്പൂരിലുള്ളത്. മൊത്തം 1,41,000 വോട്ടേഴ്സ് ഉണ്ട്. 1,04,000 മുസ്ലിങ്ങളും 1,02,000 ഹിന്ദുക്കളും 35,000 ക്രിസ്ത്യാനികളുമാണ് നിലമ്പൂരിലുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത 70% ഭാഗങ്ങളും മലയോര കർഷകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന ഈ മണ്ഡലത്തിൽ നടക്കുന്ന ഇലക്ഷൻ വരാൻ കാരണം പി.വി. അൻവർ തന്നെയാണ്. അദ്ദേഹം മുമ്പ് ആദ്യം 2016 ഇവിടെ നിന്ന് 12,000-ഓളം വോട്ടിന് ജയിച്ചു. അതിനുശേഷം കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ അദ്ദേഹം നേടിയത് 81,000-ഓളം വോട്ട് നേടി. 81,227 വോട്ടാണ് നേടിയത്. അങ്ങനെ 2,700-ഓളം വോട്ടിനാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തുന്ന റാലി റോഡ് ഷോ നിലമ്പൂരിനെ ശരിക്കും ഇളക്കി മറിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണോ ഞെട്ടിച്ചത്? അതല്ല ഞാൻ ഞെട്ടിച്ചത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും 60% ആളുകളും ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരാണ്, പിണറായി സർക്കാരിനെതിരാണ്, ഭരണത്തിനെതിരെയുള്ള ശക്തമായ വികാരമാണ് ആഞ്ഞടിക്കുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരമായിരിക്കും ഈ ഇലക്ഷനിൽ LDFനെ ഏറ്റവും കടപുഴകിയിരിക്കുക. നിലമ്പൂരിൽ പി.വി. അൻവർ പറയുന്നതും UDF പറയുന്ന ഒന്നാണ്. പക്ഷേ ജനങ്ങൾ ആരാണ് വിജയിക്കാൻ പോകുന്നത് നോക്കുമ്പോൾ UDFനാണ് ഇതിൻ്റെ ബഹുഭൂരിപക്ഷമുള്ള വോട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് കഴിഞ്ഞ തവണ LDFന് കിട്ടിയ 81,000 വോട്ടിൽ ഏകദേശം 15% മുതൽ 20% വരെ വോട്ട് UDFിലേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് ഏകദേശം 15,000-ഓളം വോട്ട് UDFിലേക്ക് ഒഴുകിപ്പോകും. യഥാർത്ഥത്തിൽ ഇവിടെ CPMന് വോട്ട് 29,000 വോട്ടുള്ളൂ. 40,000 വോട്ട് കോൺഗ്രസിനുണ്ട്. 30,000 വോട്ട് 40,000-ഓളം വോട്ട് കോൺഗ്രസിനുണ്ട്. 30,000-ഓളം വോട്ട് മുസ്ലിം ലീഗിനുണ്ട്. അങ്ങനെയുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ 81,000 വോട്ടിൽ 15% 20% കുറയുമ്പോൾ ആവറേജ് ഒരു 15,000 വോട്ടാണ് കുറയാൻ പോണത്. ഈ 15,000 വോട്ട് 81,000 വോട്ട് എന്ന് കുറയുമ്പോൾ ഇത് 66,000 വോട്ടായി കുറയും. ആർക്ക്? കോൺഗ്രസ്, CPMന്, സ്വരാജിന്. ആ 15,000 വോട്ട് ആർക്കാണ് കിട്ടാൻ പോണത്? നിലമ്പൂരിൽ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനാണ്. ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടിയ വോട്ട് 78,527 അങ്ങനെ വരുമ്പോൾ 78,000 കൂടെ 15,000 കൂട്ടുമ്പോൾ ഏകദേശം 93,000 വോട്ടായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ ഘടകമായി വരുന്നത് പി.വി. അൻവർ തന്നെയാണ്. പി.വി. അൻവർ ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിന് ജനങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. നേരത്തെ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ 40,000 വോട്ട് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് വെറും 2,000 വോട്ടാണ് കിട്ടിയത്. CPI സ്ഥാനാർത്ഥിക്ക്. ഇവിടെ അതിനുശേഷം ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ നിന്നപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം 8,850 വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അതല്ല കിട്ടുക. കാരണം 2 തവണ ഇലക്ഷൻ നിന്ന് MLA അദ്ദേഹത്തിന് കിട്ടാൻ അവിടെ ആവറേജ് ഒരു 15,000 വോട്ടോളം കിട്ടുമെന്നാണ് കണക്ക്. അതിൽ 13,000 വോട്ടും ആവറേജ് 13,000 വോട്ടും
അതിൻ്റെ ഒരു 10% വോട്ട് മാത്രമേ നിലമ്പൂരിൽ അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ 10% വോട്ട് മാത്രമേ UDF നിന്ന് പോവുകയുള്ളൂ. എന്നാൽ 90% വോട്ട് LDF എന്നാണ് കിട്ടാൻ പോണത്. അതായത് 66,000 വോട്ടിൽ നിന്ന് 13,500ഓളം വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ 53,000 വോട്ടായി മാറും. എന്നാൽ UDFന് ഗുണമായി കിട്ടുന്ന എന്താണ്? ഗുണമല്ല, ഏകദേശം 1,500 വോട്ട് കുറഞ്ഞു പോകും. അതായത് 93,000 വോട്ടിൽ നിന്ന് 1,500 വോട്ട് കുറഞ്ഞാൽ 91,000 വോട്ടായി കുറയുന്ന കൂട്ടാം. 91,000 വോട്ടാകുമ്പോൾ LDFന് എത്ര വോട്ടായി കുറയുമെന്നറിയാമോ? ആവറേജ് അതായത് 53,000 വോട്ടായി കുറയും. അപ്പോൾ 53,000 92,000 നമ്മളെ വ്യത്യാസം എത്രയാണ്? അതായത് 40,000 38,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല, അവിടുത്തെ വോയിസ് ഓഫ് നിലമ്പൂർ എന്ന് പറഞ്ഞ സംഘടന ഈ മണ്ഡലത്തിലെ 10,000-ഓളം 7 പഞ്ചായത്തുകളിലും അതേപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി നടത്തിയ 10,000-ഓളം പേരെ അവരുടെ സംഘടനയിലെ ആളുകൾ ജനങ്ങളെ നേരിട്ട് കണ്ട് പല വ്യത്യസ്തമായ ആളുകളെ കണ്ട് വീടുകളിൽ കയറിയും ചന്തകളിൽ ഇറങ്ങിയും മത്സ്യ മാർക്കറ്റിൽ പോയും അല്ലാതെയും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ജനങ്ങളിൽ നിന്ന് കിട്ടിയ വികാരപ്രകാരമാണ് ഈ പറയുന്ന സർവേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിലമ്പൂരിൽ അൻവർ 15 വോട്ട്, അതിൽ കൂടുതൽ ചിലപ്പോൾ വോട്ട് പിടിച്ചാൽ ദയനീയമായിരിക്കും LDFന്റെ തോൽവി എന്നുള്ളതാണ്. അതായത് ഏകദേശം 35,000-ൽ മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ 2 കാരണങ്ങൾ കൊണ്ട് കിട്ടും. കൂടാതെ ധാരാളം കാരണങ്ങളാണ് LDFനെതിരെ വന്നിരിക്കുന്നത്. അതെ, ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഉണ്ടെന്ന് കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഫോട്ടോ അവിടെ സ്വരാജിന്റെ കൂടെയുള്ള ഫോട്ടോ വെക്കാതിരുന്നത്. സ്വരാജിന്റെ കൂടെയുള്ള ഒരൊറ്റ പോസ്റ്ററിലും പിണറായി വിജയന്റെ ഫോട്ടോ വെക്കാതിരുന്നത് ഭരണവിരുദ്ധ വികാരം പിണറായി വിജയന്റെ ഫോട്ടോ കാണുന്നത് പോലും ജനങ്ങൾക്ക് അറപ്പും വെറുപ്പുമായി പ്രതികാരമായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് കൃത്യമായി പഠിച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ വെറുക്കപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഫോട്ടോ വെക്കാത്തത്. അതായത് പോസ്റ്ററിൽ പിണറായി വിജയന്റെ കൂടെ ഫോട്ടോ വെക്കും, അല്ലെ പിണറായി വിജയന്റെ വലിയ ബോർഡുകൾ വെക്കേണ്ടതാണ്. അങ്ങനെയും ഉണ്ടായിട്ടില്ല. അപ്പം അതിന് കാരണം പിണറായി വിജയൻ എന്നത് ജനങ്ങളെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ 9 വർഷം കൊണ്ട് കേരളത്തെ ഏറ്റവും വെറുക്കപ്പെട്ട നേതാവ് ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവനാണ്. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർഷകരാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം കർഷകരാണ്. കർഷകർ എന്ന് പറയുന്നത് 70% കർഷകരാണ് നിലമ്പൂരിലുള്ളത്. 7 പഞ്ചായത്തുകളും അതേ മുനിസിപ്പാലിറ്റി പെടുന്ന ഈ സ്ഥലത്തിൻ്റെ ഈ 70% പെട്ട കർഷകരെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടാണ് അവിടെ VD സതീശൻ നേരത്തെ യാത്ര ചെയ്തത്. അതേപോലെ തന്നെ ഈ അടുത്ത ദിവസം അവിടെ ഇതിൽ ഇരയായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനും നഷ്ടത്തിനും ഇരയായിട്ടുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടിയ ഒരു UDF ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അത് കൃത്യമായിട്ടും അവിടെ വോട്ട് മറയ്ക്കും എന്നുള്ളതാണ്. കൃത്യമായി നല്ലൊരു ശതമാനം വോട്ട് മറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP വോട്ടിൻ്റെ കാര്യം. BJP വോട്ട് കഴിഞ്ഞ തവണ അവിടെ 8,800 വോട്ട് 8,440 വോട്ടാണ് 2021 കിട്ടിയത്. എന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ 17,000 വോട്ട് വരെ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ട്. നവ്യ ഹരിദാസ് 12,000 ചില്ലാൻ വോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 8,840 വോട്ട് കിട്ടാം. എന്നാൽ ഈ പ്രാവശ്യം അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട കർഷകരുടെ ഭാഗത്ത് നിന്ന് വന്ന ആളാണ്, പുതിയ ആളാണ്. അവിടുത്തെ BJPക്കാർക്ക് ഇതൊരു വലിയ എതിർപ്പുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഞങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് BJP നിർത്താതെ ഇങ്ങനെ ഒരു ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയതിൽ വലിയ വിരോധമുണ്ടെന്ന് മാത്രമല്ല അവിടുത്തെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ വലങ്കയ്യാണ്. ഇപ്പോൾ കെ സുരേന്ദ്രനും മുരളീധരനും അതുപോലുള്ള നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റായ ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖരനെതിരാണ്. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ എല്ലാ തരത്തിലും മുട്ടുകുത്തിക്കാൻ ഇത്തവണ BJPയുടെ വോട്ട് കുറയ്ക്കണം. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു പരിധി വരെയുള്ള വോട്ട് UDFന് പോകാനാണ് സാധ്യത. അത് എത്രമാത്രം വോട്ട് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. എത്ര വോട്ട് കുറയുന്നു അത് UDFന് BJPയുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരനോടാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഒത്തുതീർപ്പിനൊക്കെ പോയിട്ടുണ്ട്, BJPയുടെ വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങൾ അതിനെതിരാണ്, ഗവൺമെന്റിനെതിരാണ് അവിടുത്തെ BJPയിലെ
പ്രവർത്തകർ, അത് വളരെ ശക്തമായ രൂപത്തിലുള്ള വികാരമാണ് നിലമ്പൂരിലുള്ള അവിടെ പ്രസംഗിച്ചവരെല്ലാവരും തന്നെ പിണറായി വിജയനെതിരെയാണ് പ്രസംഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിൽ നിന്ന് എത്ര വോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ ഒരു നല്ലൊരു ശതമാനം വോട്ട് ആർക്ക് കിട്ടും? UDFന് കിട്ടും. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ശബരിമല വിവാദം. നമ്മുടെ ആ ശബരിമല വിവാദത്തിൽ നമ്മുടെ സ്വരാജ് നേരത്തെ നടത്തിയുള്ള പ്രസംഗമൊന്നും ആദ്യം കേട്ടു നോക്കാം. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെയാണ്. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്താന്ന് ഓർമ്മയുണ്ട്? ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? കേട്ടല്ലോ, മാളികപ്പുറത്തമ്മ ധർമ്മശാസ്താവിനെ, അതായത് ശ്രീ അയ്യപ്പനെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന, അദ്ദേഹം മതവികാരം വ്രണപ്പെടുത്തുന്ന, ഹിന്ദുക്കളുടെ വികാരം വളർത്തുന്ന, വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന പ്രസംഗം നടത്തിയിട്ടുള്ള, നിന്ദ്യമായിട്ടുള്ള പ്രസംഗം നടത്തിയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വിശ്വാസികളുടെ വോട്ട് നല്ലൊരു ശതമാനം സ്വരാജിനെതിരാണ്. കൃത്യമായി പറഞ്ഞാൽ സ്വരാജിന് ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. എന്തുകൊണ്ടാണോ തൃപ്പൂണിത്തുറയിൽ തോൽക്കാൻ ഒരു കാരണമായി തീർന്നുള്ള അയ്യപ്പനും, അതേപോലെ മാളികപ്പുറത്തമ്മയും, അതേപോലെ അവിടെ 10 വയസ്സിന് 50 വയസ്സിനിടയിലുള്ള സ്ത്രീകളെ ആംബുലൻസ് കയറ്റി കറുപ്പ് വേഷം ധരിപ്പിച്ച് ധർമ്മശാസ്താവിൻ്റെ മുന്നിലെത്തിച്ചത്, അതുവഴി ആചാരലംഘനം നടത്തി അതിനെ മുന്നിൽ നിന്ന ആളാണ് സ്വരാജ്. അങ്ങനെയുള്ള സ്വരാജിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കരുതുന്നത്, പ്രത്യേകിച്ചും വിശ്വാസികൾ. ആ വിശ്വാസികളെ വോട്ട് തീർച്ചയായും നമ്മുടെ സ്വരാജിന് എതിരായി തീരുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. മറ്റൊരു വശം കൂടെ വോയിസ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ നമ്മുടെ ശിവനെതിരെ, പാർവതിക്കെതിരെ എറണാകുളത്ത് നമ്മുടെ സ്വരാജ് നടത്തിയുള്ള പ്രസംഗം. ആ പ്രസംഗം കൂടി ഒന്ന് കേൾക്കാം. ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും. പാർവതി ഇല്ലാതൊരു ശിവനുണ്ട്. ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ. അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുള്ള സ്ഥലത്തെങ്ങനെ പോയി എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി? ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂലേ? മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും 2 കൊടുക്കട്ടെ, എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വരട്ടെ. അതല്ലേ വേണ്ടത്? അപ്പൊ ഇത് എന്ത്, എവിടുത്തെ സേനയാണ്? ഏത് ശിവസേനയാണിത്? ശിവസേനക്ക് ശിവനെയും അറിയില്ല, പാർവതിയെയും അറിയില്ല. ശിവന്റെ മുടിക്കെട്ടിനുള്ളിൽ മറ്റേ നമ്മുടെ കക്ഷിയുണ്ട്, ഗംഗാദേവി. 2 വടിയെടുക്കണ്ടേ അവിടെ?
ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ്. ദമ്പതിമാരായിട്ട് വന്നവർ, സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം? എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ, അവർ ഭക്ഷണം കഴിച്ചാൽ, അവർ യാത്ര ചെയ്താൽ, അവർ ഒരുമിച്ചിരുന്നാൽ അവിടെ വടിയും ഗതയുമെല്ലാമായി ചാടി വീഴുന്ന ശിവസേന ഉണ്ടെങ്കിൽ ഓർത്തോളണം, അത്തരമൊരു ശിവസേനയെ നിലക്ക് നിർത്താനും പിടിച്ചു കെട്ടാനും വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംഘടനയാണ് ഡിവൈഎഫ്. കേട്ടല്ലോ, അതെ, ശിവനെയും പാർവതിനെയും വളരെ നിന്ദ്യമായ രൂപത്തിൽ അശ്ലീലപരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന സ്വരാജ്. അതായത് ഹിന്ദു ദൈവങ്ങളെ തെരഞ്ഞുപിടിച്ച അശ്ലീലപരമായി സംഭാഷണം നടത്തുക, അവരെ വളരെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ കയറ്റാൻ ശ്രമിക്കുക, അങ്ങനെ ആ തരത്തിൽ സ്വരാജ് നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ അത് സ്വരാജിന് വലിയ തോതിൽ തിരിച്ചടിക്കും. നമുക്കറിയാം, പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി വീടുകൾ കയറി മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞ് കയറിയിരുന്നു. അതിനുള്ള തിരിച്ചടി നിലമ്പൂരിൽ തീർച്ചയായും അവിടെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്നുള്ള എന്തൊക്കെ കാരണങ്ങളാണ് അവിടെ യു ഡി എഫിനെതിരെ എൽ ഡി എഫിനെതിരെ എന്നുള്ളത് നോക്കുമ്പോൾ എൽ ഡി എഫിനെതിരെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും പ്രതികരിച്ചുള്ളത്. അൻവറിന് ശരിക്കും സപ്പോർട്ടുണ്ട്, പക്ഷെ അൻവറിൻ്റെ വോട്ട് യു ഡി എഫിലേക്ക് പോകുള്ളൂ. കാരണം യു ഡി എഫ് ആണ് ജയിക്കുക എന്നുള്ളതുകൊണ്ടാണ് യു ഡി എഫിലേക്ക് പോവുക. അൻവർ ശരിക്ക് 10-30,000 വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിലും പക്ഷെ ജനങ്ങൾ ു ഡി എഫിനെ വോട്ട് ചെയ്യുന്നതിന് കാരണം എൽ ഡി എഫിനെ തോൽപ്പിക്കണം എന്നുള്ള ശക്തമായ വികാരം കൊണ്ടാണ്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിനെ വെട്ടി നുറുക്കി പട്ടിക്ക് കൊടുക്കണമെന്നും അതേപോലെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം ഒറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് വലിയ തോതിൽ അവിടെ CPM അണികളിൽ മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല ശതമാനം ആളുകളുടെ CPMൻ്റെ ഇടയിൽ തന്നെ ഒരു 10% ആളുകൾ തിരിച്ചു കുത്താൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിർജ്ജീവമാകും സ്വരാജിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. ഇതേപോലെ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത് പാകിസ്ഥാൻ അനുകൂലമായി പ്രസംഗിച്ചിട്ടുള്ള ദേശദ്രോഹിയാണ് ഈ പറയുന്ന സ്വരാജ് എന്ന് എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒറ്റക്കെട്ടായി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഈ വോയിസ് ഓഫ് നിലമ്പൂർ നടത്തിയ സർവേയിൽ പറയുന്നത്. അവിടെയുള്ള ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും സ്വരാജിൻ്റെ ഈ ഇന്ത്യ വിരുദ്ധ പാകിസ്ഥാൻ അനുകൂലമായുള്ള ഈ പ്രസംഗം അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തെ തീർച്ചയായും തോൽപ്പിക്കേണ്ടതാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും നിലമ്പൂരിൽ നിന്ന് ജയിപ്പിക്കരുത് എന്നുള്ളതാണ് പ്രധാന ഘടകമായിട്ടുള്ളത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ ജനങ്ങളും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെയാണ് ഏറ്റവും മറ്റൊരു പ്രധാന ഘടകം CPIനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ഈ സ്വരാജിനെ തൃപ്പൂണിത്തുറയിൽ തോൽപ്പിക്കാൻ പ്രധാന ഘടകമായി തീർന്ന CPIയുടെ വോട്ടുമുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെയും ഒരു ഭാഗത്തിൻ്റെയും അതേപോലെ BJPയുടെ 6000 വോട്ടും സ്വരാജിന് കിട്ടിയിട്ടും അദ്ദേഹം തോൽക്കാൻ കാരണം CPIയുടെ വോട്ടടക്കം ആർക്ക് കിട്ടി? K ബാബുവിന് കിട്ടിയതുകൊണ്ടാണ്. വേറെയും കാരണങ്ങളുണ്ട്, അതാണ് നമ്മൾ പറയാൻ വേണം. ഇവിടെ നടന്ന സർവേയിൽ CPIൻ്റെ ആൾക്കാർ ഇവിടെ മറച്ചു കുത്തുമെന്നുള്ള വലിയ വോട്ടൊന്നുമില്ല, 1500-2000 വോട്ടുള്ളൂ. പക്ഷെ ആ വോട്ട് പോലും സ്വരാജിന് കൊടുക്കില്ല എന്നുള്ള രഹസ്യ തീരുമാനമെടുത്തു എന്ന് പറയുന്നൊരു സംഭവം പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണ UDF പരസ്പരം തമ്മിലടിക്കാറുണ്ട്. 2016 ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അങ്ങനെ ഒരു വികാരമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വികാരമില്ല. മാത്രമല്ല VD സതീശൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. എല്ലാവരും കോർത്തിണക്കിക്കൊണ്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. UDF ഒറ്റക്കെട്ടാണ്. അതിന് കാരണം VD സതീശനാണ്. VD സതീശൻ എടുത്ത ഉറച്ച നിലപാടുകളാണ് അവിടെ UDFനെ നയിക്കുന്നത്. നമുക്കറിയാം, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും അതേപോലെ ചേലക്കരയിലും നമ്മുടെ VD സതീശൻ നേതൃത്വത്തിൽ നടത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനം അത് ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചു. എല്ലാ സ്ഥലത്തും 4-5 ഇരട്ടിയിലാണ് വോട്ടുകൾ കിട്ടി ജയിച്ചുള്ളത്. ഇവിടെ അതേപോലെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ്. അതായത് 45,000 വോട്ട് കോൺഗ്രസിനും 30,000 വോട്ട് ലീഗിനുമുണ്ട്. അവിടെ ഇപ്പോൾ 75,000 വോട്ട് അവർക്ക് ഉറച്ചതായിട്ട് തന്നെയുണ്ട്. അത് തീർച്ചയായിട്ടും അവിടെ വലിയ തോതിൽ വോട്ട് മറയ്ക്കും എന്നുള്ള കാര്യത്തിലല്ല. കാരണം അവരെ ഒറ്റക്കെട്ടായ എല്ലാ വോട്ടും പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിജയം ഉറപ്പാണ് എന്നാണ്
ഇപ്രാവശ്യം അങ്ങനെ അവരുടെ വോട്ട് ചെതറിപ്പോകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അവിടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് അവിടെ ഭയങ്കര വിരോധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും ജോയിയാണ്, അതായത് മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോയിയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും അവിടെ വേറെ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി UDFിൻ്റെ വോട്ട് പോൾ ചെയ്യപ്പെടും. അത് ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ അവർ ആദ്യ റൗണ്ടും രണ്ടാം റൗണ്ടും മൂന്നാം റൗണ്ടും കഴിഞ്ഞു. ഇനി പോളിംഗിലേക്ക് ഇനിയിപ്പോൾ ആകപ്പാടെ ദിവസം എത്രയുണ്ട്? വെറും 4 ദിവസമാണുള്ള ഇലക്ഷന്. 19-ാം തീയതി ഇലക്ഷനാണ്. 19-ാം തീയതി ഇലക്ഷൻ പ്രചരണം 2 ദിവസമുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് പ്രചരണം നടക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു ഒഴുക്ക് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് തന്നെയാണ്. ഒറ്റ വോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോകാതെ എല്ലാ വോട്ടും പോൾ ചെയ്യിക്കാനുള്ള ശക്തമായ പ്രവർത്തനമാണ് അവിടെ UDFിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ ആളുകളോട് പെരുമാറുന്ന രീതി. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഏത് സമയത്തും ഏത് രാത്രിയും ഏത് പകലും അവിടെ ഏത് ആളുകളോടൊപ്പം എന്നൊരു പ്രശ്നമുണ്ടായാലും ഓടി ചെല്ലാൻ തയ്യാറുള്ള ഒരാളാണ് നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്ത് ഏത് സമയത്തും എന്തിനും തയ്യാറായി ഓടി ചെല്ലുന്ന ഒരാളാണ്. അപ്പോൾ അതേസമയം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തോൽക്കാൻ തന്നെ കാരണം എന്താ? അദ്ദേഹം ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതേസമയത്ത് അദ്ദേഹം ഏതോ ബുദ്ധിജീവിയാണ്, സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചാമ്പറിൽ ഇരുന്നു കൊണ്ട് AC റൂമിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം പ്രസംഗിക്കുന്ന ഒരാളാണ്. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. VS അച്യുതാനന്ദൻ ഒറ്റുകാരനെന്നും VS അച്യുതാനന്ദനെ പട്ടിക്കിട്ട് കൊടുക്കണമെന്നും പട്ടിക്ക് കൊടുക്കണമെന്നും അതേപോലെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് CPM അണികളിൽ പോലും വെറുക്കപ്പെട്ട ഒരു നേതാവാണെന്ന് മാത്രമല്ല ജനങ്ങളുമായിട്ട് യാതൊരു അടുപ്പവുമില്ല. അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. അങ്ങനെ ഒരാളെ ഒരു കാരണവശാലും നിലമ്പൂരുകാർക്ക് വേണ്ട എന്നുള്ളതാണ് ഇത് ഏറ്റവും ഉദാഹരണം. പബ്ലിസിറ്റി കിട്ടാൻ എന്തും ചെയ്യുന്നുള്ള ഒരാളാണ് അദ്ദേഹം. കവളപ്പാറയിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ആളുകൾ മരിച്ച് അവിടെ വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അവിടെ പോയി സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് അദ്ദേഹം ഇറങ്ങിപ്പോയി. പിന്നെ യാതൊരു ബന്ധവുമില്ല. നിലമ്പൂരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ നിന്ന് വിട്ട് തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. തൃപ്പൂണിത്തുറക്കാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്, ഈ തൃപ്പൂണിത്തുറക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം എങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എങ്ങനെ നിലമ്പൂർക്കാരനാവും? അത് അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ സ്ഥലം വിടും, ജനങ്ങളുമായി യാതൊരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ LDFിലെ അടക്കം വോട്ട് ഇങ്ങോട്ട് ആര്യാടൻ ഷൗക്കത്തിന് പോകും എന്നുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 65,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ നിന്ന് നേടിയിട്ടുള്ളത്. ആ 65,000 വോട്ട് നേടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അതിൻ്റെ പകുതി വോട്ടിൻ്റെ ഭൂരിപക്ഷം നിർബന്ധമായിട്ടും കിട്ടും ആർക്ക് എന്നാണ് പറയുന്നത്? ഈ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമെന്നാണ് വോയിസ് ഓഫ് നിലമ്പൂരിൻ്റെ ഈ സർവേയിൽ പറയുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധി ഇലക്ഷൻ പ്രചരണത്തിന് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഒഴുക്ക് തന്നെ UDFിന് അനുകൂലമായി പോകും. UDFിലേക്ക് ഒരു ഒഴുക്ക് കംപ്ലീറ്റ് നിലമ്പൂരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പം അവിടെ മഴ തിമിർത്ത് പെയ്യുകയാണ്. മഴ എത്രമാത്രം 5 ദിവസം വലിയ മഴയാണ്. അത് എത്രമാത്രം ഇലക്ഷനെ വോട്ടിങ്ങിനെ ബാധിക്കുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അവിടെ ജനങ്ങൾ പ്രിപ്പയർഡാണ് വോട്ട് ചെയ്ത് പിണറായി വിജയനെതിരെ സ്വരാജിനെതിരെ വോട്ട് ചെയ്തത്. പിന്നെ ഏറ്റവും അവസാനത്തെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഘടകം എന്ന് പറയുന്ന വോയിസ് ഓഫ് നിലമ്പൂർ പറഞ്ഞത് പിണറായി വിജയൻ വന്ന് അവിടെ പ്രസംഗിച്ചതോടെ പിണറായിസത്തെക്കുറിച്ചും അതേപോലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ നിയമവിരുദ്ധമായുള്ള അവരുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയുമുള്ള പ്രചരണമായി മാറി ഇടതുപക്ഷത്തിനെതിരെ ശക്തമായി പ്രചരിപ്പിക്കാൻ അത് കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ മോശമായി പറഞ്ഞ വാചകങ്ങൾ പിൻവലിക്കണം, എന്നാൽ മാത്രമേ UDFിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത തീരുമാനം, VD സതീശൻ്റെ ആ ഉറച്ച തീരുമാനവും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തകരും ഈ ഇലക്ഷനിൽ ശക്തമായ രൂപത്തിൽ ഒറ്റക്കെട്ടായി ഓരോ ബൂത്തിലും കൃത്യമായി വോട്ട് ചെയ്യിക്കാൻ UDFിനെ സന്നദ്ധരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതപ്പോൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏകദേശം 35,000-ഓളം വോട്ടിന് UDF വിജയിക്കുമെന്ന് തന്നെയാണ്. അൻവർ ഒരു പ്രധാന ഘടകം തന്നെയാണ്, പക്ഷെ അദ്ദേഹം വിജയിക്കില്ല.
അദ്ദേഹം ചിലപ്പോൾ ഇനിയും വോട്ട് കൂടുതൽ പിടിച്ചാൽ അതും UDF-ന് അനുകൂലമായി കിട്ടും. ചിലപ്പോൾ ഇതിനേക്കാട്ടും ഭീകരമായിട്ട് പ്രിയങ്ക ഗാന്ധി നേടിയ വോട്ടാണ് ചിലപ്പോൾ അത്രയും ഭൂരിപക്ഷം വരെ ആർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, UDF-ന് കിട്ടാൻ സാധ്യതയുണ്ട്, ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയും ജനവിരുദ്ധ വികാരം തന്നെയാണ് പല കാരണങ്ങളും 13 14 കാരണം കൊണ്ട് അവിടെ നേടാൻ പോകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ആശാ വർക്കർമാർ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചത് വഴി സ്ത്രീകളുടെ വോട്ട്, പാവപ്പെട്ട സ്ത്രീകൾക്ക്, ആശാ വർക്കർമാർക്ക് ഒരു 232 രൂപ മാത്രമാണ് ഒരു ദിവസക്കൂലി. അവർക്ക് ഒരു 700 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാതെ പിണറായി വിജയൻ അവരെ അധിക്ഷേപിക്കുകയും 4 മാസമായി അവർ സമരം നടത്തുകയാണ്. അത് അവരെ ഇറങ്ങി പ്രവർത്തിച്ചതോടെ വലിയൊരു ശതമാനം വോട്ട് അതിന് വഴിക്കും UDF-നെതിരായി തീരുന്നു, UDF-ന് അനുകൂലമായി തീരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും അധികം ആരാൾക്കാണോ വോട്ട് കൂടുതൽ കിട്ടുന്നത്, വിജയിപ്പിക്കേണ്ടത്, അത് വിജയിക്കാൻ സാധ്യതയുള്ള UDF-ആണ്. ആ വോട്ടും സ്ത്രീകളെ വോട്ടും ഒറ്റക്കെട്ടായി UDF-ന് അനുകൂലമായി തീരുമെന്നാണ് വോയിസ് ഓഫ് നിലമ്പൂർ ഇന്ന് അവരുടെ സർവേ റിപ്പോർട്ട്, ഇന്ന് കിട്ടിയ സർവേ റിപ്പോർട്ട് പറയുന്നത്. അവർ പറയുന്നത് 30,000-35,000 വോട്ടിന് UDF വിജയിക്കും. ഇത് തീർച്ചയായും UDF-നെ തന്നെ ഞെട്ടിക്കുന്നതാണ്, LDF-നെ ഞെട്ടിക്കുന്നതാണ്, PV അൻവറിനെ സംബന്ധിച്ച് സന്തോഷിപ്പിക്കുന്നതാണ്. പിന്നെ SDPIക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് അതേപടി കിട്ടും. 3,500ഓളം വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 500ഓളം വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത്. അത് ഇത്തവണ 4,500-4,500ഓളം വോട്ടാണ് കിട്ടിയത്. അത് അതേപടി കിട്ടും. വേറെ അങ്ങോട്ടും വോട്ടുകളൊന്നും ചെതറിപ്പോകില്ല. ഈ റിസൾട്ട് ഈ പറയുന്ന വോയിസ് ഓഫ് നിലമ്പൂരിൻ്റെ സർവേ റിപ്പോർട്ട് കൃത്യമായി വരികയാണെങ്കിൽ ഇത് വലിയ 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 പരാജയമായിരിക്കും. പിണറായി വിജയൻ്റെ അന്ത്യം കുറിക്കുന്ന, അവരുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന VD സതീശൻ പറയുന്ന പോലെ അടുത്ത ഇലക്ഷനിൽ 100 സീറ്റിലധികം UDF വിജയിക്കുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ തുടക്കമായിരിക്കും. ഇത് മാത്രമല്ല VD സതീശൻ നാളെ ആരും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത രൂപത്തിൽ UDF-ൻ്റെ അനിഷേധ്യ നേതാവായി മാറും എന്നുള്ള കാര്യവും സംശയമില്ലാതെ തെളിയിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് പൊട്ടിത്തകരുകയാണെങ്കിൽ പിണറായിസത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന അവസാനത്തെ ആണിയെ അടിക്കുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.